അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ആർ അജിത് കുമാറിന് തിരിച്ചടി ക്ലീൻ ചിറ്റ് നൽകിയുള്ള വിജിലൻസിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. ആർ അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, അജിത് കുമാറിന് വലിയ തിരിച്ചടി നൽകുന്ന കോടതിയുടെ തീരുമാനം, കോടതിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ നിരീക്ഷണങ്ങളുണ്ടോ? എന്താകും ഇനി അടുത്ത നടപടി? തുടർ നടപടി എങ്ങനെയാകും? രതീഷ്, തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ആർ അജിത് കുമാറിനെതിരായ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിയത്. നെയ്യാറ്റിൻകര നാഗരാജു, അഭിഭാഷകൻ നാഗരാജു സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ തീരുമാനം. നെയ്യാറ്റിൻകര നാഗരാജു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് വിജിലൻസ് നേരത്തെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആർ അജിത് കുമാറിനെതിരെ നടത്തിയ വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇത് പൂർണ്ണമല്ല, ഈ അന്വേഷണം പൂർണ്ണമല്ല എന്ന് കാട്ടി ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി ആ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിയത്. ഇനി നെയ്യാറ്റിൻകര നാഗരാജു പരാതിക്കാരന്റെ മൊഴി വിജിലൻസ് കോടതി രേഖപ്പെടുത്തും. അതിനുശേഷം അജിത് കുമാറിനെതിരെ പുതിയ അന്വേഷണം വേണമോ എന്നുള്ള കാര്യത്തിൽ കോടതി പിന്നീട് തീരുമാനിക്കും. ഈ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ വിശദമായ ഉത്തരവ് പുറത്തു വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ഈ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിയത് എന്ന് വ്യക്തമാവുകയുള്ളൂ. നേരത്തെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്നാണ് കവടിയാറിലെ കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം അടക്കം പി വി അൻവറാണ് ആരോപണം ഉന്നയിച്ചത്. ഇതേ തുടർന്നാണ് സർക്കാർ ഈ വിജിലൻസിനോട് വിജിലൻസ് എൻക്വയറി നടത്താൻ, അജിത് കുമാറിനെതിരെ വിജിലൻസ് എൻക്വയറി നടത്താൻ നിർദ്ദേശം നൽകിയിരുന്നത്. അതിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ടിൽ അന്ന് പറഞ്ഞിരുന്നത് അനധികൃതമായ സ്വത്ത് സമ്പാദന ആരോപണം തെളിയിക്കാൻ കഴിയില്ല, അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം കൃത്യമാണ്, വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ അജിത് കുമാറിന്റെ എതിരെയുള്ള ആരോപണങ്ങൾക്ക് കഴമ്പില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് അത് വിജിലൻസ് നിലപാടായിരുന്നു അന്വേഷണ സംഘം സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ കോടതി റിപ്പോർട്ട് തള്ളുകയാണ്. ക്ലീൻ ചിറ്റ് നൽകിയുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.